ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു സിമ്പിൾ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിയാലോ? വെയിറ്റ് ലോസ് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സൂപ്പാണേ ഇത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം ലാസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവരിത് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു സ്ലൈസ് ക്യാബേജിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്വീറ്റ് കോൺസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം മതിയാവും. പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അടുത്ത ദിവസം ഞാൻ കുക്ക് ചെയ്ത് വെച്ചേക്കുവാണേ. ഇത് നമുക്ക് കുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സൂപ്പിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അതിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഗ്രീൻ പീസിന് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലായതുകൊണ്ട് ഞാനത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതാണേ. ഓക്കെ, ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കുക, കാരണം ഈ പാത്രം പെട്ടെന്ന് ചൂടാവും. സോ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കുക. പിന്നീട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടാം. പാത്രം ഒന്ന് ജസ്റ്റ് ചൂടായി വന്നപ്പോൾ ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത്. കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ രണ്ടാമത് ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ 1 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും. എണ്ണ അല്പം ചൂടാവുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ല, സോ ഞാൻ ആഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 20-25 സെക്കൻഡോളം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വെജിറ്റബിൾസ് വേഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സ്വീറ്റ് കോൺ വെന്തോ നോക്കാം. ഈ സ്വീറ്റ് കോൺ വേവുമ്പോൾ നല്ല ബ്രൈറ്റ് യെല്ലോ കളറാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്വീറ്റ് കോൺ വെന്തിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ടാവും. സോ ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ശകലം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് നേരം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ടെ. ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിൽ 1.5 സ്പൂൺ കോൺഫ്ലോർ ഇട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഈ സൂപ്പിനൊരു തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വറ്റുമ്പോൾ നമുക്ക് സൂപ്പ് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ പറഞ്ഞ അളവുകൾ ഒരു 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. 1 സ്പൂൺ കോൺഫ്ലോറിൽ അപ്രോക്സിമേറ്റ് 35 കലോറീസ് ഉണ്ട്. അതിൽ കൂടുതലും കാർബ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. സോ ബ്ലഡ് ഷുഗർ ലെവൽ ഇത് സ്പൈക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് കുറവാണ്. സോ വയറ് ഫില്ലായിരിക്കത്തില്ല. അതുകൊണ്ട് ഇത് PCOD ഉള്ളവർക്കോ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കോ ഒരു നല്ല ചോയ്സ് അല്ല. എന്ന് വെച്ചാൽ ഇത് കഴിക്കരുതെന്നല്ല, നമുക്ക് 1 സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്മോൾ എമൗണ്ടോ നമുക്ക് കഴിക്കാം. പക്ഷേ ഓവറായിട്ട് കഴിക്കരുതെന്നേ ഉള്ളൂ. ഡെയിലി കഴിക്കാൻ പാടില്ല. കോൺഫ്ലോറിന് പകരം നമുക്ക് റാഗിയോ അല്ലെങ്കിൽ ഓട്സ് ഫ്ലോറോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 100% ഹെൽത്തിയർ ആണ്. റാഗിയിൽ ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതുപോലെ 1 കപ്പ് വെള്ളത്തിൽ 1-2 സ്പൂൺ റാഗി ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് അത് സൂപ്പിലോട്ട് ഒഴിച്ചാൽ മതിയാവും. ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തൈറോയ്ഡ് ഉള്ളവർ ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ പോലുള്ള വെജിറ്റബിൾസ് റോ ആയിട്ട്, അതായത് പച്ചയ്ക്ക് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ വെജിറ്റബിൾസിലൊക്കെ ഗോയിട്രോജൻസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തൈറോയിഡിൻ്റെ ഫങ്ഷൻസിനെ ഇൻ്റർഫെയർ ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ അത് ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. റോ ആയിട്ട് ഒരിക്കലും കഴിക്കാതിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വെയിറ്റ് ലോസ് റിലേറ്റഡ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.
നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ PCOD തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കേ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ.